അപ്പോൾ ഞാൻ അവിടെ കണ്ടതെന്ന് പറയുമ്പോൾ ഈ പൊട്ടൊക്കെ ഇട്ടേക്കുന്ന ഒരുപാട് ആളുകൾ കേട്ടോ. ഇന്ത്യക്കാർ ഒരുപാട് പേരുണ്ട് അവിടെ. ഒരുപാട് പേര് ഉണ്ട്. മലയാളികൾ അവിടെ ഞാൻ ഒരുപാട് പേരെ കണ്ടു. അപ്പോൾ ഇവരെല്ലാം ഇതുപോലെ മുകളിലുമൊക്കെ ഇതെല്ലാം കണ്ടിട്ട് ഇറങ്ങി വരുന്ന ആളുകളാണ്. വന്ന് നോക്കിയപ്പോൾ എന്താ എല്ലാവരും ഐസ്ക്രീമിൻ്റെ അടുത്തോട്ടാണ്. ആദ്യത്തെ ആ ക്യൂവിൽ നിന്നാൽ അന്നെങ്ങും നമുക്ക് നിന്ന് തീരത്തില്ല. കാരണം ഇത് ഓരോരുത്തരും ഈ ക്യൂ വളഞ്ഞു പുളഞ്ഞ് ഇങ്ങനെ വന്നിട്ട് ഒരു 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 5-6 വളവുകളും കൂടെ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, എയർപോർട്ടിൽ നടക്കുന്ന മാതിരി നടന്നാലേ അവസാനം ഈ കൗണ്ടറിൽ ചെല്ലും. കൗണ്ടറിൽ ചെല്ലുമ്പോൾ എന്താണെന്നറിയോ, ആളുകൾ ബാക്കി പുറകെ നിൽക്കുന്ന ഒരാളുടെ കാര്യവും അവരാരും ആലോചിക്കത്തില്ല. അവരവിടെ നിന്ന് കൊതിയും നുണയൊക്കെ നോക്കി ഇതിൻ്റെ കൊതി ഊറുന്ന വിഭവങ്ങളാണല്ലോ ഇതൊക്കെ, അതെല്ലാം കണ്ട് അതിൻ്റെ വെള്ളം ഇറക്കി ഓരോന്നോരോന്ന് വളരെ ചോദിച്ച് മനസ്സിലാക്കിയൊക്കെ ഓർഡർ ചെയ്ത് വരുമ്പോഴത്തേക്ക് സമയമെടുക്കും. അപ്പോൾ പുറകെ നിൽക്കുന്നവർ അക്ഷമരായിട്ട് നിൽക്കാനേ ഒക്കുള്ളൂ. പക്ഷേ അവിടെ തള്ളും ബഹളമൊന്നും ആരുമില്ല, വളരെ മര്യാദയ്ക്ക് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ അന്നേരം മോൻ എന്ത് ചെയ്യുന്നറിയോ, നേരെ എതിർവശത്തോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ അവിടുന്ന് ഇതേപോലെ ക്യൂ ഉണ്ട് ഇങ്ങോട്ട്. പക്ഷേ ആ ക്യൂ ഉണ്ടല്ലോ, ഇപ്പുറത്തെ ക്യൂവിൻ്റെ ഒരു 4/1 മാത്രമേ ഉള്ളായിരുന്നു. ഞങ്ങൾ 4 പേരും ഈ ക്യൂവിൽ പോയി നിന്നു കേട്ടോ. അപ്പം ഞാൻ ഈ ഐസ്ക്രീം കഴിച്ചിട്ട് ഏതാണ്ട് ഒരു 20 വർഷമായി കാണും. ഞാൻ ഐസ്ക്രീം കഴിക്കാറില്ല. പോരെങ്കിൽ ഇന്ത്യയിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഐസ്ക്രീം തണുത്ത എന്ത് കഴിച്ചാലും എനിക്ക് ഇന്ത്യയിൽ കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ത്രോട്ടിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ഐസ് വാട്ടർ, അതായത് നല്ല തണുത്തുള്ള വെള്ളമേ അവിടെ കുടിക്കാൻ കിട്ടുള്ളൂ, അത് കഴിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പോൾ ഇതിപ്പോൾ ഇന്നലെ ഐസ്ക്രീം ശരിക്കും അടിച്ച് കയറ്റിയിട്ട് വന്നാൽ ഞാനിത് പറയുന്നത്. അപ്പം അപ്പം എനിക്ക് ത്രോട്ടിനൊരു കുഴപ്പമില്ല. ഞങ്ങൾ ക്യൂ നിന്ന് ഏതാണ്ട് ഒരു 1.25 മണിക്കൂർ കൊണ്ട് ഞങ്ങളും കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പോൾ അന്നേരം അതിന് മുമ്പ് ഓരോരുത്തർ ഏവൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടതെന്ന്. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു ബട്ടർ സ്കോച്ച്, അതായത് അവിടെ കിട്ടുന്ന ഏറ്റവും നല്ല ഐസ്ക്രീം ഉണ്ടല്ലോ. അപ്പോൾ മറ്റേ ആൾ മോൻ്റെ ഉമ്മ ആണെന്നുണ്ടെങ്കിൽ അനിയത്തി പറഞ്ഞു അത് എനിക്ക് വാനില്ല. ഓക്കെ, അപ്പോൾ എനിക്കെന്താ വേണമെന്ന് അന്നേരം ഞാൻ ആലോചിക്കുക, കാരണം ഞാനിത് തിന്നിട്ടില്ല ഒരുപാട്. അപ്പം ഇവൻ പറഞ്ഞു ബട്ടർ സ്കോച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പറയുന്നല്ലേ, നാട്ടിൽ ബട്ടർ സ്കോച്ച് എന്ന് പറയുന്ന സ്കോച്ചൊന്നും അതിൽ ചേർക്കത്തില്ല, അതിന് പേരേ ഉള്ളൂ ബട്ടർ സ്കോച്ച് എന്ന്. പക്ഷേ ഇവിടെയൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനല്ല, ഇവിടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും അതിനകത്ത് കാണുന്നതെന്ന്. അപ്പോൾ പറഞ്ഞു എന്നാൽ ബട്ടർ സ്കോച്ച് വേണ്ട, വേറെ എന്തോ. അപ്പോൾ ബട്ടർ പെക്കാൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞു. അതായത് അവിടുത്തെ ബട്ടർ സ്കോച്ച് എന്ന് പറയുന്ന സാധനമാണത് കേട്ടോ. അത് ശരി, ഞാനും അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് 3 സ്കൂപ്പ്, അത് വളരെ വലുതാണ് ഓരോ സ്കൂപ്പ് എന്ന് പറയുന്നതും, അത് 3 പേർ കൂടെ ചേർന്ന് ഉള്ള ഒരു ഫ്രെയിമുള്ള ഒരു താലം പോലെ ഒരു പാത്രത്തിനകത്ത് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലാണ് 3 അറകൾ അതുകൊണ്ട് തന്നു. അപ്പോൾ അതിന് സ്പൂണും. അപ്പം മോനെ പറഞ്ഞ്, അപ്പം ഞാൻ നോക്കിയപ്പോൾ അവൻ സാധാരണ നല്ല സാധനങ്ങൾ പ്രിഫർ ചെയ്യുന്നവനാണ്. അപ്പോൾ അവന് പറഞ്ഞ് ഷേക്ക്. അപ്പം ഞാനും ഷേക്ക് കുടിച്ചാൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ പറഞ്ഞ് കുടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. കാരണം അതെനിക്ക് മനസ്സിലായല്ലോ. ഞാനും വിചാരിച്ച് ശരിയായിരിക്കും എന്നും പറഞ്ഞാൽ ഞാൻ ഈ ഐസ്ക്രീം തിന്ന മണ്ടത്തരമായിപ്പോയി കേട്ടോ. ഇങ്ങനെ പോയ ബുദ്ധി ആന പിടിച്ചാൽ കിട്ടുമോ? അത് കഴിഞ്ഞു പോയില്ലേ. കാരണം ഇനിയും ക്യൂ നിൽക്കണമെന്നുണ്ടെങ്കിൽ, വീണ്ടും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ 1 മണിക്കൂർ കൂടെ ക്യൂ നിൽക്കണം. അപ്പോൾ അതിനുള്ള ക്ഷമ നമുക്കില്ല. അപ്പം അന്നേരം അവൻ ഇതും വാങ്ങിച്ചു, ഈ ഷേക്കും വാങ്ങി. ഞങ്ങളിത് വാങ്ങിയിട്ട് അവിടെ നല്ല ബെഞ്ച് 2 സൈഡിലും മേശയുടെ സൈഡിൽ ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിൽ നോക്കിയപ്പോൾ കാണുന്നത് എന്താണെന്നറിയോ, ഈ പ്രത്യേകിച്ച് നമ്മുടെ സായിപ്പന്മാർ എല്ലാം പ്രായമുള്ള കുഞ്ഞുങ്ങളല്ല വന്നിരുന്ന് കഴിക്കുന്നത്. ഈ ഐസ്ക്രീം കഴിക്കുന്ന കുഞ്ഞുങ്ങളെന്നൊക്കെ പറയുന്നത് 75-80 വയസ്സുള്ള ആളുകളാണ് മുഴുവൻ വന്നിരുന്ന് കഴിക്കുകയാണ്. അവർ ശരിക്കും വാങ്ങിച്ച് തട്ടുന്നുണ്ട് വന്നിരുന്ന് ഇഷ്ടമാതിരി. പലരും നല്ല വണ്ണമുള്ള ആളുകളുമാണ്. കാരണം ഇതൊക്കെ അവർ തിന്നുന്ന മുമ്പിലിരിക്കുന്ന പാത്രം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ചുമ്മാ അല്ല ഈ വണ്ണം വരുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് പോവും. ആ രീതിയിലാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ വണ്ണമുള്ളവർ ഞാൻ കണ്ടേക്കുന്നത്. പുരുഷന്മാർ ഇല്ലാതില്ല, കുറവാണ്, എണ്ണത്തിൽ കുറവാണ് വണ്ണമുള്ളവർ. അപ്പോൾ ഇവർ എല്ലാവരും ഇരുന്ന് ഇങ്ങനെ കഴിക്കുകയാണ് ഇത്രയും ഡെലീഷ്യസ് ആയിട്ടുള്ള ഐസ്ക്രീം. ഞാൻ 10-20 വർഷം മുമ്പാണ് കഴിച്ചേക്കെന്ന് പറഞ്ഞു. ഈ സാധനത്തിന് ഇത്രയും രുചിയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് ഇങ്ങനെ മത്ത് പിടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മധുരം അല്ല അതിനുള്ളത്.
ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് പോലെയല്ല, അത്ര ഹൈ ക്വാളിറ്റിയാണ് ഇത് ഈ ഐസ്ക്രീം. അവിടെ ഇരുന്ന് ഐസ്ക്രീം അന്തസ്സായിട്ട് അങ്ങ് കഴിച്ച് വയ്യാതായിപ്പോയി. ഒരുപാട് വർഷങ്ങളായില്ലേ കഴിച്ചിട്ട്. ഇതും കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചുള്ള യാത്രയാണ് ഹിൽസ്ബറോയിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ മോൻ പറഞ്ഞു നമ്മൾ വനത്തിനകത്തൂടെ ഇനി പോകേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു കാർ വിട്ട് ഇങ്ങനെ വരികയാണ്. നോക്കിയപ്പോൾ ഹിൽസ്ബറോ നോക്കിയപ്പോൾ ടില്ലാമോക്ക് ഫോറസ്റ്റ് ഡിവിഷൻ എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. അത് ആ ഫോറസ്റ്റ് ഡിവിഷനിലേക്ക് ഞങ്ങൾ കയറുകയാണ്. അപ്പോൾ 2 സൈഡിലും നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റ്, അതിലൂടെയുള്ള യാത്രയാണ്. വളരെ നല്ല സുഖകരമായ യാത്ര. ഇങ്ങോട്ട് വരുമ്പോൾ വലിയ തിരക്കൊന്നുമില്ല, വാഹന തിരക്കുകളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വരാനാകുമ്പോൾ നമുക്ക് നോക്കിയപ്പോൾ ഏതാണ്ട് 43 മിനിറ്റ്സ് മതി വരാൻ. കാരണം ഞങ്ങൾ കുറേ ഇങ്ങനെ അടുത്തല്ലോ. ഹിൽസ്ബറോയിലേക്ക് വരാൻ 43 മൈൽ മിനിറ്റുകൾ മാത്രം മതി. ഏതാണ്ട് 38 മൈൽ അതേ ഉള്ളൂ ദൂരം. അങ്ങനെ കാർ ഓടിച്ച് ഞങ്ങൾ ഈ വിശാലമായ ഫോറസ്റ്റ് 2 സൈഡിലേയും കണ്ട് ആസ്വദിച്ച് വരികയാണ്. ഈ ഫോറസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ഈ 2 സൈഡിലുള്ള മരങ്ങളും അവിടെ ഈ പൈൻ മരങ്ങൾ മാത്രമല്ല, വളരെ വിശാലമായിട്ട് അല്ലാത്ത മരങ്ങൾ, ഈ ഇല പൊഴിക്കുന്ന മരങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അത് ധാരാളം ഇടതിങ്ങി നിൽക്കുകയാണ്. അവിടെയും യഥാർത്ഥത്തിൽ ഇടയ്ക്കിടയ്ക്ക് മാൻ എടുത്ത് ആടുന്ന ബോർഡ് വെച്ചിട്ടുണ്ട്. കാരണം മാനൊക്കെ അവിടെയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞതെന്താ അറിയാം, നമുക്ക് നമ്മുടെ വനത്തിലൂടെയാണെങ്കിൽ ഇങ്ങനെ ഒരു റോഡ് വെട്ടാൻ ആരെങ്കിലും സമ്മതിക്കും? വനം വകുപ്പ് അങ്ങ് നടപടിയെടുക്കും. വനമാണ്, ഇതിലെ കൂടെ റോഡ് പാടില്ല. ഇത് ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകൾ കണ്ട് തിരിച്ചറിഞ്ഞാണ് ഇവർ വെട്ടിയേക്കുന്നത്. കാരണം എന്താണെന്നറിയാം, ഈ റോഡ് വെട്ടി അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാവുള്ളൂ, 20 കിലോമീറ്റർ സ്പീഡ്, ചിലയിടത്ത് 20 മൈൽ സ്പീഡ്, ചിലയിടത്ത് 25 മൈൽ സ്പീഡ്. ഈ രീതിയിൽ മൃഗങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ അവർ 50 മൈലൊക്കെ പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ രീതിയിൽ അവിടെ ആ രീതിയിലാണ് അവരത് നോക്കുന്നത്. ഇപ്പോൾ നമുക്കാണെങ്കിൽ ഇപ്പോൾ മൂന്നാറിലേക്ക് ഉള്ള റോഡ്, അതിൻ്റെ പ്രശ്നം വന്നപ്പോൾ എന്താണെന്നറിയോ, പഴയ റോഡുണ്ടായിരുന്നു വനത്തിനകത്തോടുള്ള റോഡ്. ആ റോഡ് ഇപ്പോൾ രണ്ടാമത് റിനോവേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ മൂന്നാറിലേക്കുള്ള ഈ ട്രാഫിക്കിന് ഭയങ്കര അതിന് ഒരു ബ്ലോക്കിന് ഒരു പരിഹാരമാവും. പക്ഷേ അത് തുടങ്ങിയപ്പോൾ ഫോറസ്റ്റുകാർ ഒബ്ജക്റ്റ് ചെയ്തു, പാടില്ല. ഇതെന്തിനാണ് ഈ ഒബ്ജക്റ്റ് ചെയ്യുന്നത്? മനുഷ്യൻ മര്യാദയ്ക്കൊന്ന് യാത്ര ചെയ്യുന്നതല്ലേ ഉള്ളൂ. നിങ്ങൾ ആരും ഇവിടെ ഇറങ്ങാൻ പാടില്ല, ഇവിടെ ഈ ലിമിറ്റിലേ വണ്ടി ഓടിക്കാവൂ. അത് നോക്കേണ്ടത് നമ്മളാണ്. ആ പൗരബോധം പൗരന്മാർക്കും വേണം. അതുപോലെ തന്നെ ഇത് നോക്കാനും കാണാനും ഒക്കെ ആൾ വേണം. അല്ലാതെ CCTV ക്യാമറ സ്ഥാപിക്കുന്നു എന്നുള്ള പേരിൽ പൈസ അടിച്ച് പോക്കറ്റ് ഇട്ടുകൊണ്ട് പോകുന്നവരല്ല ഇവിടെ ഉള്ളവർ. ഇവിടെ അത് നല്ലതായിട്ട് അവർ നോക്കുന്നതാണ്. അപ്പം എനിക്ക് ആ ചിന്ത എൻ്റെ മനസ്സിൽ കൂടെ പോയേ. അങ്ങനെ പോയിട്ട് നമുക്ക് സുഖമായിട്ട് അതിലൂടെ യാത്ര ചെയ്ത് ഞങ്ങൾ ഇവിടെ ഹിൽസ്ബറോയിൽ എത്തുകയാണ്. അപ്പോൾ ഈ കാഴ്ചകളെല്ലാം കണ്ടു. ഇനി ഒരു വലിയ യാത്രയില്ല, എന്നാലും ഈ നാളെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, ഇല്ല പണ്ട് ആപ്പിൾ കടിച്ചു തിന്നല്ലോ, അതുപോലെ ഒരു ഫാമിലൊന്ന് പോയിട്ട് ഒന്നുകൂടെ ഒരു ശകലം ആപ്പിളൊക്കെ ഒന്ന് കടിച്ച് തിന്നാൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട്. അത് നടക്കുമെങ്കിൽ. പക്ഷേ മോൻ പറഞ്ഞു ഞായറാഴ്ച അവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഉച്ചയ്ക്ക് ഒരു 11:30 മണിയാകാതെ തെളിയാൻ സാധ്യതയില്ല, അതുവരെ മഴ ഉണ്ടെന്ന് പറഞ്ഞു. ഏതായാലും കാത്തിരിക്കുകയാണ്. അതായിരിക്കും ഈ അമേരിക്കൻ ടൂറിൽ, എൻ്റെ ഇപ്പോഴത്തെ അമേരിക്കൻ ടൂറിൽ അവസാനമായിട്ട് ഞാൻ ഒന്ന് ചെല്ലാൻ പോകുന്നത് ഈ ഫാമിലായിരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇനി നാളെ പിറ്റേന്ന് എങ്ങും പോകുന്നില്ല. തിങ്കളാഴ്ച മൺഡേ ഒരു സ്ഥലത്തും പോകുന്നില്ല. ചിലപ്പോൾ ഒന്ന് നടക്കാൻ തോന്നുകയാണെങ്കിൽ ഒന്ന് ഇറങ്ങും, ഇല്ലെങ്കിൽ ഇല്ല. അല്ലെങ്കിൽ പിന്നെ ചൊവ്വാഴ്ച രാവിലെ ഇവിടുന്ന് യാത്രയാവണം. എന്തെങ്കിലേ ഒരു 3.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഞങ്ങൾക്ക്. സിയാറ്റിൽ എയർപോർട്ടിൽ ഇവിടുന്ന് ചെല്ലണം. അവിടെ ചെന്നതിന് ശേഷം അവിടുന്ന് 4:30 മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ്, ഞങ്ങളുടെ ഫ്ലൈറ്റ്, അതായത് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ്, നമ്മുടെ ഖത്തർ എയർവേസ് പോകുന്നത് ദോഹയിലേക്കും അവിടുന്ന് കൊച്ചിയിലേക്കും. ഏതായാലും ഈ ആപ്പിൾ തോട്ടത്തിൽ പോകാനിടയാകുന്നെങ്കിൽ അത് വിശാലമായിട്ട് ഞാൻ വൃത്തിയായിട്ടൊന്ന് പകർത്താം, ഞാൻ തിന്ന് കാണിക്കുകയും ചെയ്യാം. ഏതായാലും എല്ലാവരും ഒന്ന് കൊതി പിടിപ്പിക്കേണ്ട കാര്യമുണ്ടല്ലോ, അതും കൂടെ ഏറ്റെടുത്തുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു.